തൃശൂർ മണക്കുടി ചേറ്റുപുഴ പാടത്ത് തീപിടുത്തം. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സാമഗ്രികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. സൂരജ്, ഈ തീപിടുത്തം എങ്ങനെയുണ്ടായി, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൂരജ്. ഉന്മേഷ്, വൈകുന്നേരം 5:30 കൂടിയാണ് തൃശൂർ മനക്കുടി ചേറ്റുപുഴ പാടത്ത് തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ ജൽജീവൻ മിഷന്റെ പദ്ധതിക്കായി കൊണ്ടുചെന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ കൊണ്ടുചെന്നിട്ടിരുന്ന പൈപ്പുകൾക്കാണ് തീപിടിച്ചത്. ഈ പൈപ്പുകൾ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം എന്ത് എന്നറിയില്ല. ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന് തീപിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ്, അതായത് നേരത്തെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ച് തീയണക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അത് പൂർണ്ണമായും തീയണക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇപ്പോൾ 1 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ട് തീയണക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് സംയുക്തമായി തീയണക്കുന്നതിനുള്ള ഒരു നടപടികൾ നടത്തുന്നുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അത് പൈപ്പിന് പുറമെ ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി അവിടെ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നു. ഈ നിർമ്മാണ സാമഗ്രികൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. പാടത്തേക്കോ മറ്റു പ്രദേശങ്ങളിലേക്കോ ഒന്നും തീ പടർന്നിട്ടില്ല. പക്ഷേ ഈ നിർമ്മാണ സാമഗ്രികൾ ആകെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. 5:30 തുടങ്ങിയ തീപിടുത്തമാണ്. വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ട്. പക്ഷേ ഇതുവരെയും അത് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഉന്മേഷ്, ഇത് കൂടുതലിടങ്ങളിലേക്ക് പടരുമോ സൂരജ്? അത്തരത്തിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ടോ തടയുന്നതിന് വേണ്ടി? ഉന്മേഷ്, ആദ്യഘട്ടത്തിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇവിടെ എത്തി തീയണക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയത്. 5:30 തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും സമീപത്തെ തോടുകളിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം എത്തിച്ചുകൊണ്ട് തീ അണക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാർ തന്നെ ആദ്യഘട്ടത്തിൽ നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് ഈ ഫയർഫോഴ്സിന്റെ ആദ്യ യൂണിറ്റ് എത്തുന്നത്. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. പിന്നീട് 1 യൂണിറ്റ് കൂടി വിളിച്ചു വരുത്തി. പക്ഷേ 2 യൂണിറ്റുകൾ കഴിഞ്ഞ 1 മണിക്കൂറിലധികം നേരമായി ഈ തീ കെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടും അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരുന്നില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് അടുത്ത യൂണിറ്റ് കൂടി എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത്. എന്തായാലും 3 യൂണിറ്റ് എത്തിച്ചുകൊണ്ട് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തീ വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും അധികം വൈകാതെ എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. 1 യൂണിറ്റ് കൂടി എത്തിച്ചുകൊണ്ട് ഈ കൂടുതൽ വെള്ളം അടിച്ച് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളിലേക്കാണ് ഫയർഫോഴ്സ് നടക്കുന്നത്. ഒപ്പം നാട്ടുകാർ ഉൾപ്പെടെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ തന്നെ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അങ്ങോട്ടേക്ക് വെള്ളം എത്തിച്ചിരുന്നു. ഒന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതിന്റെ ഒരു പ്രയാസമുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് പൈപ്പ് കൂടാതെ തന്നെ ജലജീവൻ മിഷന്റെ പദ്ധതിക്ക് എത്തിച്ചിരുന്ന മറ്റ് സാമഗ്രികൾ അടക്കമുണ്ടായിരുന്നു. ഈ സാമഗ്രികൾക്കാണ് തീ പിടിക്കുന്നത്. വലിയ രീതിയിൽ പുകയും തീയും ആളിക്കത്തുകയായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ശരി സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. രാജേന്ദ്രൻ വയല പറയുന്നുണ്ട് തീപിടുത്തം ഈ ചൂടിൽ കൂടുതൽ കരുതൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ നമ്മൾ നൽകിയ റാഗിംഗ് വാർത്തയുമായി ബന്ധപ്പെട്ടും കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഗോപിദാസ് പറയുന്നു റാഗിംഗ് പൂർണ്ണമായും നിരോധിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാന കോളേജുകളിൽ പോലും പാതിയിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. അത് നിയന്ത്രിക്കാൻ നിയമമുണ്ട്. അത് കൃത്യമായി നടപ്പാക്കുകയാണ് വേണ്ടത്. ഹസീന ഷാജി പറയുന്നു എങ്ങനെ കുട്ടികളെ മാതാപിതാക്കൾ വിശ്വസിച്ച് പഠിക്കാൻ വിടും എന്നാണ്. അത് കുടുംബത്തിലിരിക്കുന്ന ഓരോരുത്തരുടെയും ചോദ്യം എന്നുള്ള നിലയിൽ കാണണം. അക്ഷയ് സി പറയുന്നു ഇത് രാഷ്ട്രീയമല്ല, പക്ക റാഗിംഗ് ആണ്. ഏതായാലും അതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. കർശന നടപടി ആ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ.